വെട്ട് കഷ്ണമെന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ കളയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഈ വെട്ട് കഷ്ണത്തിൽ ഒരു താജ്മഹൽ അങ്ങ് പണിതാലോ. ഇത് ഏതാന്ന് ഓർമ്മയുണ്ടോ? നമ്മൾ സാരി കൊണ്ട് കഴിഞ്ഞ ദിവസം നമ്മളൊരു കുർത്തി ചെയ്തില്ലേ, അതിൻ്റെ ബാലൻസ് ഉള്ള പീസാണ് കേട്ടോ. ബാലൻസ് പീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അതിൻ്റെ ബോർഡേഴ്സ് എടുത്തിട്ടില്ലായിരുന്നു. ആ ബോർഡേഴ്സും മുന്താണിയുടെ ഒരു ഇത്തിരി പോർഷനും മാത്രമേ മിച്ചമുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചുരുങ്ങി പിണങ്ങി ഇരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളെല്ലാം ഒന്ന് അയൺ ചെയ്തെടുക്കുവാണ്. ഇതേപോലെ ചുരുണ്ട് കൂടി ഇരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാം ഒന്ന് നിവർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നേരെ എടുക്കുവാണ്. നമുക്ക് ആ ബോർഡർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ബോർഡർ വെച്ച് എന്ത് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ ആലോചന കേട്ടോ. ഇരിക്കുന്ന കോലം ഇങ്ങനെ ചുരുങ്ങി പിണങ്ങി ഇരിപ്പുണ്ട്. ലാസ്റ്റ് ഞാൻ വിചാരിച്ചു ഇത് വലിക്കുന്നോറും ചുരുണ്ടുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ആ മുന്താണിയുടെ പോർഷൻ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞ കേട്ടോ. അത് നമ്മൾ ഉപയോഗിക്കും, നമ്മൾ കട്ട് ചെയ്ത് വെറുതെ കളഞ്ഞതല്ല. അപ്പോൾ അത് ഞാൻ സൈഡിൽ മാറ്റി വെച്ചാണ് ഒന്ന് നമുക്ക് അയൺ ചെയ്യാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ അയണിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് വല്ല ഐഡിയയും കിട്ടുന്നുണ്ടോ? ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. കമൻറ്റ് ചെയ്ത് നമുക്ക് നോക്കാമല്ലോ നിങ്ങൾ പറയുന്ന കറക്റ്റ് ആണോ എന്ന്. അപ്പോൾ ഇതേപോലെ നമ്മൾ അയണൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ലെങ്ത്തിൽ അങ്ങ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ മൊത്തത്തിൽ. അപ്പം മൊത്തത്തിൽ അതൊന്ന് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. കട്ട് ചെയ്തെടുത്തിട്ട് എന്തായാലും ഈ നീളത്തിലുള്ള ബോർഡർ കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലാത്ത സ്ഥിതിക്ക് അത് കട്ട് ചെയ്തെടുത്ത് ജോയിൻറ്റ് ചെയ്തിട്ട് ഒരു മെറ്റീരിയൽ പോലെ ആക്കി വേണം എന്തെങ്കിലുമൊക്കെ ആക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കട്ടിങ് പ്രോസസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കട്ടിങ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ഇത്രയും തുണി നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ മുന്താണിയുടെ ഇത്രച്ചേ കഷ്ണം ഇതുകൊണ്ട് നമ്മളൊരു സാധനം ഉണ്ടാക്കും. എന്തായിരിക്കും എന്താണെന്ന് നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ.